മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്ന ചർച്ചകൾ. പുതിയ അണക്കെട്ട് എന്ന കേരളത്തിന്റെ ആവശ്യത്തെ എതിർക്കുമോ എന്ന് വിജയ് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ട് ഘടനാപരമായി സുരക്ഷിതമാണെന്ന നിലപാടാണ് തമിഴ്നാടിനുള്ളത്. കേരളവും തമിഴ്നാടുമായി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു തർക്കമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുന്ന കാര്യം. തമിഴ്നാട്ടിൽ ഭരണമാറ്റത്തിന് പിന്നാലെ മുല്ലപ്പെരിയാർ ഇപ്പോൾ സജീവ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സ്ഥാനമേറ്റതോടെയാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് വീണ്ടും ചർച്ചകളിൽ ഇടം പിടിച്ചത്. അതെ, TVK സ്വീകരിച്ച നിലപാടുകളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളുമാണ് അതിനുള്ള കാരണം. പിണറായി സർക്കാരിന് സ്റ്റാലിൻ സർക്കാരുമായി മികച്ച ബന്ധം പുലർത്താൻ സാധിച്ചു. എന്നാൽ മുല്ലപ്പെരിയാറിൽ ഒരു സമവായം കണ്ടെത്താൻ സാധിച്ചില്ല. വൈകാരികമായ ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന ഏതു നിലപാടും ശരിക്കും തമിഴ്നാട് വികാരത്തെ വ്രണപ്പെടുത്തിയേക്കുമെന്ന ആശങ്കകളാണ് സ്റ്റാലിൻ സർക്കാരിനെയും പിന്നോട്ട് വലിച്ചതെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുമെന്നായിരുന്നു TVKയുടെ തെരഞ്ഞെടുപ്പിലെ പ്രധാന വാഗ്ദാനം. എന്നാൽ മുഖ്യമന്ത്രിയായതോടെ വിജയ് ആ വാക്കു പാലിക്കുമോ എന്നതാണ് കേരളവും ഉറ്റുനോക്കുന്നത്. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്നും കേരള തമിഴ്നാട് അതിർത്തിയിലുള്ള മംഗളാദേവി ക്ഷേത്രം തുറന്നു നൽകുമെന്നും തേനിയിലെ വോട്ടർമാർക്ക് വിജയ് വാഗ്ദാനം നൽകിയിരുന്നു. എന്നാൽ DMKയും AIADMKയും ഇതേ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത് നടപ്പിലായില്ല. മാത്രമല്ല, പരിഹാരം കണ്ടെത്താൻ ചർച്ച പോലും നടന്നില്ലെന്നാണ് പറയുന്നത്. ഇതുതന്നെയാണ് ജനവിശ്വാസം നേടാൻ അവിടെ സ്റ്റാലിന് സാധിക്കാതെ വന്നതും. എന്നാൽ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് നിൽക്കാതെ തമിഴ്നാടിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുമെന്ന് വാക്ക് നൽകിയ വിജയ്ക്കൊപ്പം തേനിയിലെ വോട്ടർമാർ ഇക്കുറി നിന്നു. ജില്ലയിലെ 4-ൽ 2 മണ്ഡലങ്ങളിലും TVKയാണ് വിജയിച്ചത്. അതിനാൽ തന്നെ മുല്ലപ്പെരിയാറിൽ എന്ത് തീരുമാനമായിരിക്കും എടുക്കുക എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. നിലവിലുള്ള ജലവിഹിതത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ വിജയ് സമ്മതിക്കില്ലെന്ന് ഉറപ്പിക്കാം. കേരളത്തിന്റെ പുതിയ അണക്കെട്ട് നിർദ്ദേശത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ആശങ്കയെ ഏറ്റെടുക്കാതിരിക്കാൻ വിജയ്ക്ക് സാധിക്കില്ല എന്നതും മറ്റൊരു കാര്യം. കേരളത്തെ സംബന്ധിച്ചിടത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ദൗർബല്യമാണ് ഏറ്റവും വലിയ പ്രധാന പ്രശ്നം. 126 വർഷം പഴക്കമുള്ള അണക്കെട്ട് കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.